എഹെസേക്കിയേൽ 27 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോരിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി. സോരിനോട് പറയേണ്ടത്, തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയും ആയുള്ളവേ, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സോരേ, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു. നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു. സെനീരിലെ സരളമരം കൊണ്ട് അവർ നിന്റെ പാശമൊക്കെയും പണിതു. നിനക്ക് പാമരം ഉണ്ടാക്കേണ്ടതിന് അവർ ലെബാനോനിൽ നിന്ന് ദേവദാരുക്കളെ കൊണ്ടുവന്നു. ബാസാനിലെ കരുവേല കൊണ്ട് അവർ നിന്റെ തണ്ടുകളെ ഉണ്ടാക്കി. കിത്തീം ദ്വീപുകളിൽ നിന്നുള്ള പുന്നമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് നിനക്ക് തട്ടുണ്ടാക്കിയിരിക്കുന്നു. നിനക്ക് കൊടിയായിരിക്കേണ്ടതിന് നിന്റെ കപ്പൽ മിസ്രയീമിൽ നിന്നുള്ള വിചിത്ര സണപ്പണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. എലിസ ദ്വീപുകളിൽ നിന്നുള്ള ധൂമ്രപ്പടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു. സീദോനിലെയും സർവാദിലെ നിവാസികൾ നിന്റെ തണ്ടേലമാരായിരുന്നു. സോരേ, നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലുമികൾ ആയിരുന്നു. ഗബാലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഒരായിരപ്പണിക്കാരായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിലുണ്ടായിരുന്നു. പാർഷികളും ലൂദ്യരും പൂദ്യരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അവർ പരിചയം തലക്കോരുകയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു. അർവാദ്യർ നിന്റെ സൈന്യത്തോടുകൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമാത്യർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു. അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും പരിച തൂക്കി നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കി. തരീസ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പു നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളിയം, കാര്യം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. യാവാൻ, തൂബാൽ, മേശക്ക് എന്നിവർ നിന്റെ വ്യാപാരികളായിരുന്നു. അവർ ആളുകളെയും താമ്ര സാധനങ്ങളെയും നിന്റെ ചരക്കിന് പകരം തന്നു. ഗൃഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതകളെയും തന്നു. ദദാന്യർ നിന്റെ വ്യാപാരികളായിരുന്നു. അനേക ദ്വീപുകൾ നിന്റെ അധീനതയിലെ വ്യാപാര ദേശങ്ങളായിരുന്നു. അവർ ആനക്കൊമ്പും കരിമരവും നിനക്ക് കപ്പവും കൊണ്ടുവന്നു. നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തം അരാം നിന്റെ വ്യാപാരിയായിരുന്നു. അവർ മരതകവും ധൂമ്ര വസ്ത്രവും വിചിത്ര വസ്ത്രവും ശണപ്പടവും പവിഴവും പത്മരാഗവും നിന്റെ ചരക്കിന് പകരം തന്നു. യഹൂദയും ഇസ്രയേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു. അവർ മിന്നിത്തിലെ കോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും നിന്റെ ചരക്കിന് പകരം തന്നു. ദമർസേക്ക് നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തവും സകലവിധ സമ്പത്തിന്റെ പെരുപ്പം നിമിത്തവും ഹെൽബോനിലെ വീഞ്ഞും വെളുത്ത ആട്ടുരോമവും കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു. വെദാന്യരും ഊസാലിലെ യാവനരും നിന്റെ ചരക്ക് കൊണ്ട് വ്യാപാരം ചെയ്തു. മിനുസമുള്ള ഇരുമ്പും വഴയനത്തോലും വയമ്പും നിന്റെ ചരക്കിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ദേദാൻ കുതിരപ്പുറത്തിടുന്ന വിശിഷ്ട പടം കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു. അറബികളും കേദാർ പ്രഭുക്കന്മാരൊക്കെയും നിനക്കധീനരായി വ്യാപാരികളായിരുന്നു. കുഞ്ഞാടുകൾ, ആട്ടുകൊറ്റന്മാർ, കോലാട്ടുകൾ എന്നിവ കൊണ്ട് അവർ നിന്റെ കച്ചവടക്കാരായിരുന്നു. സബേലിലെയും രമേലിലെയും വ്യാപാരികൾ നിന്റെ കച്ചവടക്കാരായിരുന്നു. അവർ മേത്തരമായ സകലവിധ പരിമള തൈലവും സകലവിധ രത്നങ്ങളും പൊന്നും നിന്റെ ചരക്കിന് പകരം തന്നു. ഹാരാനും കലേനും ഏദനും സെബാ വ്യാപാരികളും അശൂരും കിൽമത്തും നിന്റെ കച്ചവടക്കാരായിരുന്നു. അവർ വിശിഷ്ട സാധനങ്ങളും ചിത്രത്തയ്യലുള്ള ദ്രൂമ പുതപ്പുകളും പരവതാനികളും ബലത്തിൽ പിരിച്ച കയറുകളും നിന്റെ ചരക്കിന് പകരം തന്നു. തരീഷ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു. നീ പരിപൂർണയും സമുദ്രമധ്യേ അതിധനികയും ആയിത്തീർന്നു. നിന്റെ തണ്ടേലന്മാർ നിന്നെ പുറക്കടലിലേക്ക് കൊണ്ടുപോയി. കിഴക്ക് കാറ്റ് സമുദ്രമധ്യേ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലുമികളും ഒരായിരപ്പണിക്കാരും
കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവ്വജന സമൂഹത്തോടും കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. നിന്റെ മാലുമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും. തണ്ടേലന്മാരൊക്കെയും കപ്പൽക്കാരും കടലിലെ മാലുമികൾ എല്ലാവരും കപ്പലുകളിൽ നിന്ന് ഇറങ്ങി കരയിൽ നിൽക്കും. അവർ കൈപ്പോട് ഉറക്കെ നിലവിളിച്ചു തലയിൽ പൂഴി വാരിയിട്ടു ചാരത്തിൽ കിടന്നുരുളുകയും നിന്നെ ചൊല്ലി മൊട്ടയടിച്ച് രട്ടുടുക്കുകയും നിന്നെക്കുറിച്ച് മനോവ്യസനത്തോടെ കയ്പുള്ള വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും. തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യ നശിച്ചു പോയ സോരിനെ പോലെ ഏതൊരു നഗരമുള്ളൂ. നിന്റെ ചരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ ഏറിയ വംശങ്ങൾക്ക് തൃപ്തി വരുത്തി നിന്റെ സമ്പത്തിന്റെയും വ്യാപാരത്തിന്റെയും പെരുപ്പ് കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നന്മാരാക്കി. ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിന്റെ ആഴത്തിൽ വീണിരിക്കുന്നു. ദ്വീപുവാസികളൊക്കെയും നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകുന്നു. അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ട് മുഖം വാടി നിൽക്കുന്നു. ജാതികളെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂള കുത്തുന്നു. നിനക്ക് ശീഘ്രനാശം ഭവിച്ചു. നീ സദാകാലത്തേക്കുമില്ലാതെയാകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.